നമസ്കാരം. ഞാൻ ഇക്കമാരോടും അനുവിനോടും പറഞ്ഞു ഇതുപോലെ ഒരു ന്യൂ പ്രോജക്റ്റുമായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പൊ എന്താണ് ആ പ്രോജക്റ്റ് എന്നുള്ളതൊക്കെ അവരോട് ഡിസ്കസ് ചെയ്തോളൂ. ഞാൻ മാർത്തരാം. താങ്ക് യു. ഓക്കെ ഇക്ക. നമസ്കാരം. 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 മനസ്സിലായില്ല. ഞാനൊരു പ്ലാറ്റ്ഫോം കേസാണ്. ഫുട്പാത്ത് കച്ചവടക്കാരനാ? അതല്ല, ആ പ്ലാറ്റ്ഫോം അല്ല. ഇപ്പൊ കുട്ടി പറഞ്ഞില്ലേ, ഗോപിക പറഞ്ഞില്ലേ ഒരു പ്ലാറ്റ്ഫോമിന്റെ കേസ്. ഇപ്പൊ പ്ലാറ്റ്ഫോമിന്റെ കാലമല്ലേ ഇപ്പൊ എന്നും പ്ലാറ്റ്ഫോമിന്റെ കാലമാണ്. അതെ അതെ, OTT പ്ലാറ്റ്ഫോം കേട്ടിട്ടില്ല? ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം കൂടുതൽ OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ കാണുന്നത്. അതാകുമ്പോ കൂടുതൽ സൗകര്യമാണ്. തിയേറ്ററിൽ പോകണ്ട, വീട്ടിലിരുന്ന് മൊബൈലിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാം. അല്ല, തിയേറ്റർ തന്നെ ഉണ്ടോ? അത് സങ്കടമാണ്. സിനിമ കാണണമെങ്കിൽ നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ പോലും ഞാനും ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്ത് പ്ലാറ്റ്ഫോം? DTT. അത് ഉറുമ്പിലടിക്കുന്ന ഒരു അത് DDT അല്ല, ഇത് DTT. അത് DDT ആണ്, ഹാസ്യതാരം. എന്ത് പറഞ്ഞാലും അതിനകത്ത് ഹാസ്യം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ആ മനുഷ്യൻ. ഇതെന്ന് പറഞ്ഞാൽ DTT, ഡിജിറ്റൽ തട്ടിക്കൂട്ട് ടെക്നോളജി. അതിലെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്താണിത്. ഈ മെഷീനിലാണ് നമ്മളത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതെന്താ ചെയ്യണത്? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചന്ദ്രേട്ടൻ എവിടെയാണ് എന്ന് പറയുന്ന സിനിമ കണ്ടു. ആ സിനിമയിൽ അനുശ്രീ ചെയ്ത കഥാപാത്രം എന്ന് പറയുന്ന നല്ല നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. ഭർത്താവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇദ്ദേഹത്തിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ദിലീപേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഭാര്യ അറിയാതെ ഇത്തിരി ഉടായ്പ പരിപാടികളൊക്കെ ഉള്ളൊരു വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ സിനിമയുടെ അവസാനം ഈ കഥാപാത്രം നന്നാവുന്നുണ്ട് ഇല്ലേ? അപ്പൊ പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അനുശ്രീ അങ്ങനെ അത്രയും അങ്ങ് നിഷ്കളങ്കയാവേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണത്? അതിനകത്ത് അതാണ് ഈ ടെക്നോളജി, DTTയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ല, ആ കഥ മാറ്റുമോ നിങ്ങൾ? അതിനല്ല, ഇതിന്റെ സംവിധാനം വെച്ച് ഞാൻ ആ സിനിമ മാറ്റി. എങ്ങനെ? അനുശ്രീ ചെയ്ത മധുരരാജ എന്ന് പറയുന്ന സിനിമയിൽ വാസന്തി എന്ന് പറയുന്ന കഥാപാത്രം നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വെട്ടുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ ആ കഥാപാത്രത്തെ ഈ ചന്ദ്രേട്ടൻ എവിടെ എന്ന സിനിമയിലേക്ക് ഞാൻ അത് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സീൻ കഴിഞ്ഞ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയാണ്. ഭർത്താവിന്റെ തരികടനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ച് എടുത്തിട്ട് 2 പൂശം കൊടുത്തപ്പോ പുള്ളി അങ്ങ് നന്നായി. അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോ ഒരൊറ്റ പ്രശ്നം ഉണ്ടായുള്ളൂ. അരമണിക്കൂർ കൊണ്ട് സിനിമ അങ്ങ് തീർന്നു. അങ്ങനെയാണ് DTTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഒരു സിനിമയെ കുറിച്ച്. നല്ല സിനിമയാണ്. ഇപ്പൊ അടുത്തിറങ്ങിയ ഒരു സിനിമയല്ല ലാലേട്ടന്റെ മരക്കാർ സിനിമ. നല്ല സിനിമയാണ്. അതൊരു ചരിത്ര സിനിമയാണ്. പല കാഴ്ചപ്പാടോടെയാണ് സിനിമ കാണുന്നത്. ഇപ്പം മരക്കാർ സിനിമയില് മാസായിട്ട് ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ആ വേർഷനിൽ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. മരക്കാർ സിനിമയുടെ രാവണ പ്രഭു വേർഷൻ. കുഞ്ചാലി, നിന്റെ നാട് ഞാൻ നശിപ്പിക്കും. അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. ഇനിയും നീ ഇവിടെ നിന്ന് ചിലച്ചാൽ എന്റെ തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടി ആകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടാന്ന് 1ഉം 2ഉം അല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും, പിന്നെ വിവരം അറിയും. ഇത് കൊള്ളാം കേട്ടോ. കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ DTTയിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും. ചരിത്രത്തില് മരക്കാർ മലബാറിയാണ്. അപ്പൊ ആ ഭാഷയല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഭാഷ വേണ്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, ഭാഷയല്ല, സ്ലാങ് അല്ലേ, ശൈലി. ഈ ട്രിവാൻഡ്രം ശൈലിയില് നമ്മളുടെ മമ്മൂക്ക രാജമാണിക്കൊക്കെ ചെയ്തില്ലേ? അതെ. അതുപോലെ ഈ മരക്കാര് സംസാരിക്കുമോ? പിന്നെ സംസാരിക്കുമോ? മരക്കാരെ കൊണ്ട് സംസാരിപ്പിക്കും. അതാണ് DTT. അത് ചെയ്തേ അങ്ങനെ സംസാരിപ്പിക്കും. അതൊന്ന് കണ്ടാ കൊള്ളാം. വേർഷം കണ്ട സ്നേഹിച്ചു പോയന്
വെട്ടിയിട്ട ബായത്തണ്ട് പോലെ രണ്ടാളും കിടക്കണ കിടപ്പ് കണ്ട ആളാപ്പാ. ഓക്കെ ഇഷ്ടപ്പെട്ടാ? ഇത് നമ്മൾ സിനിമയെ കണ്ടത് ഒറിജിനൽ പടത്തിൽ കണ്ടത്. പിന്നെ നമ്മൾ തിരുവനന്തപുരം ഇക്കയുടെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരം സ്ലാങ്ങിൽ അത് ഞാൻ സെറ്റ് ഈ ചെയ്തിട്ടുണ്ട്. സെയിം സാധനം. സെയിം സാധനം. ഓക്കെ. തള്ളെ നോക്കിയും ചിറ്റപ്പ ഇല്ലോളം പ്രേമിച്ചതിന് ഐത്തങ്ങൾ രണ്ടിനെയും വാഴത്തടകളും മറ്റും വെട്ടും പോലെ കാളം പൂളം വെട്ടി തള്ളിയിരിക്കണ കണ്ട ആറ്റുവല്ല അമ്മച്ചാണ് ഞാൻ ഇത്രയും നിരീച്ചില്ല പീ. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സിനിമകൾ കാണുമ്പോൾ ചിലർക്ക് ആഗ്രഹം തോന്നും, പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടേതായ രീതിയിൽ ആ സിനിമയിൽ അതിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ആ സിനിമ കാണാം. എങ്ങനെ മനസ്സിലായില്ല? ഇപ്പൊ ഇക്കായ്ക്ക് കോട്ടയം കുഞ്ഞച്ചനായിട്ട് അഭിനയിക്കാൻ ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കയുടെ ഡീറ്റെയിൽസ് കാരണം സഹിതം ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ അങ്ങനെ സെറ്റ് ചെയ്ത് വരുന്ന ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് കാണിച്ചത്. കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ദേവാസുര സിനിമയില് ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ്, സിനിമയിലെല്ലാം മാസ് രംഗങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരല്ലേ, ഒരു സ്ത്രീക്ക് തോന്നുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് മാസ് രംഗങ്ങൾ അഭിനയിച്ചുകൂടാ. ഉദാഹരണത്തിന് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന പ്രൗഢ ഗംഭീരമായ ക്യാരക്ടർ, ആ കഥാപാത്രം ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് ഇത് ഞാൻ ചെയ്താൽ എങ്ങനെയിരിക്കും. അത് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാം. മംഗലശ്ശേരി നീലി നൃത്തം ചെയ്യാനൊക്കെ എത്തി. കേറി വരിക. ഇതാണല്ലേ അപ്പുമാഷിന്റെ മോൻ, കഞ്ചാവ് കേസിലെ പ്രതി, വൈഷ്ണവന്റെ ശിഷ്യൻ. എന്നാ പിന്നെ നേരം കളയണ്ട, അമ്പലത്തിലേക്ക് പോകാം. അമ്പലത്തിലല്ല, ഇവിടെയാ നൃത്തം. ഇവിടെ ഈ മംഗലശ്ശേരിയുടെ തിരുമുറ്റത്ത് കാണാൻ ഈ നീലി മാത്രം, പിന്നെ നീ അധിക്ഷേപിച്ച് വിട്ട എന്റെ കൂട്ടുകാരികളും. അല്ല, ഇത് ചതിയാ അച്ഛാ. അമ്പലത്തിലല്ലേ അരങ്ങേറേണ്ടത്. എന്റെ കുഞ്ഞ് അന്യനാട്ടിൽ പോയി നൃത്തം പഠിച്ച് വന്നാ. പ്രസംഗിക്കണ്ട, ഭാവം വളരെ ചീത്തയാ. തനി സ്വരൂപം പുറത്തെടുക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട. ഞാൻ നൃത്തം ചെയ്യില്ലെങ്കിലോ, എനിക്ക് വയ്യെങ്കിലോ? വയ്യാന്ന് നീ പറയില്ല എങ്കിലേ നൃത്തം മാത്രമായിരിക്കില്ല നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്ക. ഈ പറയുന്നത് നീലിയാ. എന്റെ തനി സ്വരൂപം പുറത്തെടുക്കരുത്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. വേണ്ട, ഞാൻ നൃത്തം ചെയ്യാം. ആട്ടോളൊക്കെ കത്തിക്കുക. കൊള്ളാം, നന്നായിരിക്കുന്നു. ജയിച്ചു അല്ലേ? അതെ, അങ്ങനെയല്ലേ പാടുള്ളൂ. ഇല്ല, എൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളുള്ള ഒരു മനസ്സുണ്ട്. എനിക്കതിനെ തൃപ്തിപ്പെടുത്തണം. നിങ്ങളെപ്പോലെയുള്ള ഒരു ആഭാസയുടെ മുമ്പിൽ നൃത്തമാടിയപ്പോൾ എനിക്ക് നഷ്ടമായത് എന്റെ ദൈവികമായ കലയാ. ഇല്ല, എനിക്ക് കോട്ട് ചേരില്ല. ഇത് ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നേക്കുമായി ഈ കോട്ട് ഞാൻ ഉപേക്ഷിക്കുന്നു. ഇനിയുള്ള കാലം കോട്ടുമായിട്ട് ജീവിച്ചോളാം. ഏതായാലും അത് ഉപേക്ഷിച്ച സ്ഥിതിക്ക് മോന്ത ഇതുകൂടെ ഉപേക്ഷിക്കണം. ഈ ബനിയൻ 25 വർഷത്തെ കഴുകാത്ത പാൻകൾക്ക് ഇപ്പോഴും പറ്റിയിരിക്കും. അതിനകത്ത് നടന്നോ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഉഗ്രൻ. നല്ലായിരുന്നു. നീലകണ്ഠൻ എന്ന് പറയുന്ന അനുശ്വര കഥാപാത്രം അനുശ്രീക്ക് ആ വേഷം ചെയ്യണമെന്ന് അങ്ങനെ ഏതെങ്കിലും
ഏതെങ്കിലും മാസ് സീൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. ഓക്കെ. ഇല്ല. അപ്പൊ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമ്മുടെ DTT സമീപിക്കുക. ഉറപ്പായിട്ടും. റിലീസിന് ഒരുങ്ങുന്ന പടങ്ങള് പിന്നെ ഞങ്ങളുടെ DTTക്ക് തരുവാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. അതിനോട് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏത് കേശുവിനാഥൻ ഇറങ്ങിയല്ലോ, അത് OTTക്ക് പോയി അല്ലേ? OTTക്ക് പോയി. ഇനി അടുത്ത പടം അതിന്റെ സെക്കൻഡ് വേർഷൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് DTTക്ക് തരണം. സെക്കൻഡ് വേർഷൻ ഇറങ്ങണമെങ്കിൽ DTTയിലൂടെ നമുക്കത് റിലീസ് ചെയ്യാം. അതാകുമ്പോ ഒരുപാട് പിന്നെ ഗുണങ്ങളുണ്ട്. വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. കാരണം ഇതെല്ലാം അവരുടെ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാം. ആരും കാണൂലല്ലോ, വിമർശനം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ വിമർശനം വരത്തില്ല. വിമർശകർക്ക് DTT പ്ലാറ്റ്ഫോം നല്ലതാണ്. ഓ മനസ്സിലായി. എന്ത് തരും? കച്ചവടം നടക്കുകയാണെങ്കിൽ എന്ത് തരും? 10 കോടിയോ? 10,000 രൂപ തരും. 10,000 രൂപ കുറഞ്ഞു പോയല്ലേ? അല്ല കൂടിപ്പോയ കൂടിപ്പോയല്ലേ? അല്ല കുഴപ്പമില്ല, ഇരുന്നോട്ടെ. 10,000 രൂപ. അല്ല ഈ കേശുവില് ദിലീപിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റേ ഇതാണ്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന മാഷാണ്. അപ്പൊ സെക്കൻഡ് വരുമ്പോ എന്ത് നമ്മളത് DTTയിൽ വരുമ്പോൾ അത് പൈലറ്റ് ഫ്ലൈറ്റ് പഠിപ്പിക്കുന്ന ആളായിട്ട് അങ്ങനാക്കണം. തരും. അങ്ങനെ ആക്കാം. ശരി, ഓക്കെ. ടാറ്റ. ഇതിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? ഡിജിറ്റൽ തട്ടിക്കോട്ട് ടെക്നോളജി. വെരി ഗുഡ്. നല്ല അപ്പൊ എനിക്ക് താല്പര്യമില്ല. അല്ല അതെ, ഒരു സിനിമ എന്ന് പറയുന്നത് അത് കാണുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടപ്രകാരമാണ്. അതെ. OTT കാണുന്ന തിയേറ്ററിൽ കാണുന്നുള്ളത് അവന്റെ അവകാശമാണ്. എങ്ങനെയായാലും ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുക എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ്. അതെ, ഏത് കലാരൂപമാണ് അതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ബാക്കിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നാണ്. അതാണ്. പിന്നെ അങ്ങനെ നടക്കട്ടല്ലേ? ഓ ശരിയാതാ എന്റെ DTT.